അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് സ്പെഷ്യലാണ് ഞങ്ങളെ സംബന്ധിച്ച്. നന്ദു UAE പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവൻ മൈസൂരിൽ നിന്ന് റിസൈൻ ചെയ്തിട്ടുണ്ടായത്. പോകുന്ന സമയത്ത് വേണ്ട കുറച്ച് സാധനങ്ങളുടെ പർച്ചേസ്, പിന്നെ പെട്ടി പാക്ക് ചെയ്യുന്നത്, അവനെ യാത്ര അയക്കുന്നത്, അതൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ച് ഇത് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ തോന്നിയതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അവന് കൊണ്ടുപോകാനുള്ള ഡ്രസ്സ്, പിന്നെ ബാഗ്, പിന്നെ അതുപോലെ ഷൂസ്, ചെരുപ്പ്, ഇതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാനും അവനും കൂടിയാണ് പോയിട്ടുണ്ടായത്. പർച്ചേസൊക്കെ കൂടുതലും നമ്മുടെ SM സ്ട്രീറ്റിൽ തന്നെയാണ് കേട്ടോ നടത്തിയത്. പിന്നെ നമ്മൾ ഒക്കെ പോകുന്ന സമയത്ത് കുറച്ച് ആ നാട്ടിലെ കറൻസി കയ്യിൽ വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മാവൂർ റോഡ് വന്നിട്ട് ഇന്ത്യൻ റുപ്പി കൊടുത്ത് അവർ നാട്ടിലെ കുറച്ച് കറൻസി ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ഇന്ത്യൻ റുപ്പി അല്ലാതെ വേറൊരു കറൻസിയൊക്കെ ഇങ്ങനെ കയ്യിൽ പിടിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു ലിസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എന്തൊക്കെ വാങ്ങിക്കണം എന്നൊക്കെ ഉള്ള. അപ്പോൾ ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു. പിന്നെ അതുപോലെ കുറച്ച് ഫുഡ് ഐറ്റംസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അച്ചാറും പിന്നെ കുറച്ച് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്യാണ്. ഇതെൻ്റെ മാമൻ്റെ മോനാണ് പ്രതുൽ, ഞങ്ങൾ കുഞ്ഞീന്നാ വിളിക്കുക. അവനും സംഗീതേട്ടനും നന്ദും കൂടിയാണ് പെട്ടിയൊക്കെ പാക്ക് ചെയ്യുന്നത്. ബാഗിലായിട്ടാണ് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഓവർ വെയ്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോരിക്ക് വീണ്ടും ഇങ്ങനെ പെട്ടിയൊക്കെ തൂക്കി നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ അച്ഛനും അതുപോലെ ഒരു സൈഡിൽ നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ അത് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇവരൊന്ന് റാപ്പ് ചെയ്യുന്നുണ്ട്, ഒന്നുകൂടി സേഫ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും കുഞ്ഞും ഏട്ടനും കൂടിയാണ് അങ്ങനത്തെ പരിപാടിക്കൊക്കെ നിന്ന്. അങ്ങനെ കൊണ്ടുപോകാനുള്ള പെട്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞി ഓരോ പെട്ടിയായിട്ട് കാറിലേക്ക് എടുത്തു വെക്കുകയാണ്. ഇതൊക്കെ നന്ദുവിൻ്റെ ഫ്രണ്ട്സാണ്. എല്ലാവരും ഒരു ഹായ് പറഞ്ഞാണ്. യൂട്യൂബിലേ ഇടൂ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പതിയെ ഇറങ്ങി. 26th ഫ്രൈഡേ രാത്രിയാണ് ഞങ്ങൾ ഇറങ്ങിയത്. 27th രാവിലെ 4 മണിക്കായിരുന്നു അവൻ്റെ ഫ്ലൈറ്റ് പറഞ്ഞിട്ടുണ്ടായത്. എയർ അറേബ്യ ആയിരുന്നു. അപ്പം കുറച്ച് നേരത്തെ അവിടെ എത്താമെന്ന് കരുതിയിട്ട് രാത്രി ഒരു 11 മണിയൊക്കെ ആകുമ്പം തന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വളരെ നേരത്തെ ആയിപ്പോയി. അപ്പോൾ ഞങ്ങൾ വഴിയിൽ കുറച്ച് നേരം ഒന്ന് വണ്ടി നിർത്തി. അപ്പോഴേക്കും ആമീൻ്റെ ഒരു ഉറക്കമൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും എയർപോർട്ടിലേക്ക് യാത്ര തിരിച്ചു. അപ്പോൾ അതങ്ങനെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്.